കക്കാടംപൊയിൽ നിന്നും ബേപ്പൂർ വരെ 169 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന ചാലിയാറിലെ വെള്ളം നിരവധി പേരുടെ ദാഹജലമാണ്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളുടെ അതിർത്തി തിരിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴ ഒറ്റനോട്ടത്തിൽ സുന്ദരവും. എന്നാൽ സെന്റർ ഫോർ വാട്ടർ റിസോഴ്സസ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് CWRDM നടത്തിയ പഠനത്തിലാണ് വെള്ളം അമിതമായി മലിനപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. മണലൂറ്റും മാലിന്യ നിക്ഷേപവും ചെറിയ വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യം തള്ളലും ചാലിയാറിനെ ബാധിക്കുന്നുണ്ട്. എന്നാൽ റബ്ബർ തോട്ടങ്ങളിൽ നിന്നും കൃഷിയിടങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന കോപ്പർ, നിക്കൽ, ലെഡ് എന്നിവ വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നതും ഹോട്ടലുകളിൽ നിന്നും മറ്റും ഒഴുകിയെത്തുന്ന മാലിന്യങ്ങളും വെള്ളത്തെ അനുദിനം മലിനപ്പെടുത്തുകയാണ്. CWRDM ശാസ്ത്രജ്ഞൻ ഡോക്ടർ PS ഹരികുമാർ. കൃഷിയിടങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന മാലിന്യമാണ് ഒരു പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പലതരത്തിലുള്ള കീടനാശിനികളും അവിടെ ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസറും ഒക്കെ ഒഴുകിയെത്തിയിട്ട് ചില സ്ഥലങ്ങളിൽ ഇതിൻ്റെ മലിനീകരണ തോത് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പല ഭാഗത്തും ചാലിയാർ പുഴ വളരെ മേ ബി ആവറേജോ അല്ലെങ്കിൽ ബിലോ ആവറേജ് രീതിയിലുള്ള ഒരു ക്വാളിറ്റിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. താന, എടവണ്ണ, ചിത്രക്കടവ്, കുറുവൻതുരുത്ത്, ബേപ്പൂർ തുടങ്ങി വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും എടുത്ത ജലസാമ്പിളുകൾ ശേഖരിച്ചാണ് പഠനം നടത്തിയത്. പുഴയുടെ അടിത്തട്ടിൽ കാൽസ്യം, മഗ്നീഷ്യം ക്ലോറൈഡ്, സോഡിയം എന്നിവ അമിതമായി അടിഞ്ഞുകൂടുകയാണെന്ന് കെമിക്കൽ ടെസ്റ്റിൽ കണ്ടെത്തി. കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതായി ബയോളജിക്കൽ ടെസ്റ്റിലും കണ്ടെത്തി. ബാക്ടീരിയയുടെ അംശം വർദ്ധിച്ച് പ്രാണവായു കുറയുന്നതോടെ മത്സ്യങ്ങളെയും അത് സാരമായി ബാധിക്കുന്നു. ചാലിയാറിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാനായി കവണക്കല്ലിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് സ്ഥാപിച്ച് പുഴയെ സംരക്ഷിക്കുമ്പോഴും അമിതമായി പുഴയിലേക്ക് ഒഴുകിയെത്തുന്ന രാസഖര മാലിന്യങ്ങൾ വെള്ളത്തെ വിഷമയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ വിഷൻ, കോഴിക്കോട്.